എന്റെ അമ്മേ. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുട്ടിയോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. എന്നിട്ടും ഞാൻ ഭാഗ്യം കെട്ടവനാ. ശരി, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. മറ്റേത് എന്റെ മനസ്സിനെ മാച്ചളയാം. പക്ഷെ ഒരാങ്ങളയുടെ സ്ഥാനം കുട്ടി എനിക്ക് തരണം. എനിക്ക് തരില്ലേ? എന്ത്? ആങ്ങളയുടെ സ്ഥാനം. ഓ, അതാണോ? തരാം. ഓഹോ, എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമ്പോ ആങ്ങളമാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആങ്ങളമാരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പെങ്ങന്മാർ അമേരിക്കയിൽ പോകാറുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകണം. അത്രയല്ലേ ഉള്ളൂ. അയ്യോ, അത് തന്നെ. കൊണ്ടുപോകാം. ജയരാമനേട്ടനെത്തി. അല്ല, ജയരാമൻ അളിയനെത്തി. ജയരാമൻ അളിയാ. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല പോരെ മതി. എന്റെ പൊന്ന് സാറേ, എത്ര പ്രാവശ്യം റിവേഴ്സൽ എടുത്താണ് ഈ ഡയലോഗ്. അങ്ങനെ അങ്ങ് മറക്കുവോ? വേണേ ഇതിനേക്കാൾ വലിയ ഡയലോഗ് മണിയപ്പൻ മണി 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 പോലെ പറയാം. എന്താ വേണോ? വേണ്ട. ഇതെന്ത് കൊട്ടേഷനാ ദൈവമേ. ജയരാമൻ അളിയാ. ജയരാമൻ അളിയാ. അളിയന്റെ ഈ കട്ട് ഫേസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടില്ല, മുകളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ വഴിയില്ല. താഴെ നോക്കുമ്പോൾ വിമാനത്തിലകത്തിരിക്കുന്നവരെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ ജയരാമൻ അളിയനെ അതൊന്നുമില്ല. നീ ജയറാം സാറിന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് മോളിൽ കൊണ്ടുവയ്ക്കണം. അതാ നിന്റെ പണി. സാർ വരണം. നിൽക്കവിടെ. അളിയൻ കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. കൊച്ചുപിള്ളേരെ ഒന്നും അമേരിക്ക കൊണ്ടുപോകില്ല. വരുന്നളിയാ, ചാപ്പാട് നിർത്തി. നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു അങ്കിൾ. നമ്മൾ തമ്മിൽ ഫോണിക്കിടെ സംസാരിച്ചുള്ള പരിചയമുള്ളൂ. അത് പോരെ അങ്കിൾ. ഇരിക്കൂ. താങ്ക് യു. കമോൺ സിറ്റ് ഡൗൺ. അല്ല, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീറ്റ് കിട്ടിയതുകൊണ്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ആട്ടെ, എന്തൊക്കെയുണ്ട് അങ്കിളുടെ വിശേഷം? ഡാഡി പ്രത്യേക അന്വേഷണം ഓ, പറഞ്ഞിരുന്നു. താങ്ക് യു. എന്താ പാട്? ഒരു പാടുമില്ല അങ്കിൾ. അല്ല, നെറ്റിയിലെ പാട്. അത് ഞാൻ ഈ കൊട്ടേഷൻ. അങ്കിൾ, ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പൊ ഫ്രണ്ടിലെ കമ്പിൽ ഒന്ന് ടച്ച് ചെയ്തു. അത്രേ ഉള്ളൂ. അത് ശരിയാ. എയർ പോക്കറ്റ്സിൽ വീണ് എന്തുമാത്രം അപകടങ്ങളാ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അളിയനോടൊരു സംശയം ചോദിക്കാനുണ്ട്. നീ എന്നെ വിരട്ടിയാലും ഞാൻ ചോദിക്കും. എനിക്കത് അറിയണം. അളിയാ, അമേരിക്കയിൽ പശുക്കളുണ്ട് അളിയാ? ഇല്ല, കംപ്ലീറ്റ് കോഴികളാ. അങ്കിൾ, ആരാവൻ? കുറെ നേരമായി എന്നെ അളിയാന്ന് വിളിച്ച് ഡിസ്റ്റർബ് ആയിരിക്കണേ. എന്റെ ഒരു ബന്ധുവാണെന്ന് കരുതിക്കോളൂ. അത്രമാത്രം ഉപകാരം എനിക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ കയറി അളിയാളിയാന്ന് വിളിക്കുന്നത്. എനിക്ക് വേറൊരു സംശയം അളിയാ. അതെ, നമുക്കിനി മോളെ വിളിച്ചാലോ? ജയരാമൻ സാറാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയപ്പോ തുടങ്ങി ചോദിക്കുക, മോളെങ്ങനെയാ. ഞാനാണെങ്കിൽ മറുപടി പറഞ്ഞു മടുത്തു. ഇനി ജയറാം സാർ നേരിട്ട് കണ്ടോട്ടെ. ശരിയാ, പ്രധാന കാര്യം ഞാൻ അങ്ങ് വിട്ടു. മോളെ ഇതുവരെ ആരുടെയും മുമ്പ് പെണ്ണ് കാണാൻ നിൽക്കാത്തതുകൊണ്ട് അതിന്റേതായ ഒരു ചമ്മല് കാണും. ചമ്മലല്ല, ഇൻഹിബിഷൻ. അത് കാണും. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കെല്ലാം ഉണ്ട്. മാത്രമല്ല, സാധാരണ പെൺകുട്ടികളെ പോലെയല്ല. ഇവക്ക് സ്വർണ്ണാഭരണങ്ങളോടൊന്നും ഒരു കമ്പവുമില്ല. എല്ലാം വെച്ച് പൂട്ടിയിരിക്കുക. ഇവിടെ തന്നെയാണോ അതോ? അല്ല, ബാങ്ക് ലോക്കറിൽ. മോളെ, മീറ്റ് മിസ്റ്റർ ജയരാമൻ. ഇനി ജയരാമൻ പറയുക, നിങ്ങൾക്ക് എന്റെ മോളെ ഇഷ്ടായോ? എന്താടാ ഇനി മോള് പറ, മോക്ക് ജയരാമനെ ഇഷ്ടായോ? കൂടുതൽ പേർക്കല്ലേ ഇഷ്ടമല്ലെന്ന് പറയും. എനിക്കും ഇഷ്ടായി. എന്റെ മോള് ഭാഗ്യവതിയാ. ഈ സന്തോഷ വർത്താനം ഞാൻ സേതുരാമനെ അമേരിക്കയ്ക്കൊന്ന് വിളിച്ചറിയിക്കട്ടെ.
അച്ഛനോട് എന്തെങ്കിലും പറയണോ? വേണ്ട, ഡാഡിക്ക് ഞാൻ മിസ് കോൾ കൊടുക്കുന്നുണ്ട്. ജയരാമൻ കുറച്ച് റെസ്റ്റ് എടുക്കൂ. മോൾ റൂം ആ, റെഡിയാക്കി വെരി ഗുഡ് വെരി ഗുഡ്. കൊടുത്തൽ മോളെ. അമേരിക്ക കൊണ്ടുപോണേ അളിയന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. വാളിയാ ഇവനെന്തോന്ന് കാണിക്കുന്നത്? കോട്ട് നീ എടുക്കണ്ട, വെറുതെ അങ്ങോട്ട്. അളിയന്റെ അമേരിക്കൻ കോട്ട് കഴിയാൻ എനിക്കറിയാം. ഇതെന്തോടെ അമേരിക്കയിൽ സോപ്പം വെള്ളമൊന്നും കിട്ടൂല. എന്തൊരു അഴുവല് നാറ്റം. ഹലോ, താങ്ക്സ്. ആദ്യം എനിക്കൊരു അച്ഛനെ തന്നു, ദാ ഇപ്പൊ ഒരു അമേരിക്കൻ ഭർത്താവിനെയും. വരട്ടെ തൊപ്പിക്കാരാ. നീ ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ഒരു രസമില്ല. അപ്പൊ അടിച്ച് പുറത്താക്കിയതല്ല. പുറത്താക്കാന്റെ പട്ടി എന്ന് കൊടുക്കും. നീ ഇറങ്ങി പോടാ മോനെ എന്ന് പറഞ്ഞ ഞാനിങ്ങ് പുറത്തിറങ്ങി കൊടുത്തടാ. എനിക്ക് വലിയടാ ഒരു അന്തസ്. എടാ അമേരിക്കക്കാരന് അവിടെ അറമാദിക്കാൻ സ്ഥലം പോരാഞ്ഞിട്ട് അവൻ എന്നോട് പറയാ ഇറങ്ങി പോടാ ഔട്ട് ഹൗസിലേക്ക്. ഞാനിങ്ങ് ഇറങ്ങി കൊടുത്ത്. പിന്നെ നിന്നെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണ് അവൻ പറഞ്ഞെന്നറിയോ? എനിക്ക് സഹിച്ചില്ല. ഞാൻ പെട്ടി അകത്തോണ്ട് വെച്ചിട്ട് ബാക്കി പറയാം. പോലീസാരി സ്റ്റോപ്പ്. നീ പേടിക്കണ്ട, ഞാൻ അകത്ത് പോവാം. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. പേര് ചോദിച്ചില്ല, ഇല്ല. അതവിടെ ഇരിക്കട്ടെ. നിന്റെ പേരെന്താടാ? ഉൽപ്പൽ. എന്തേ? തുപ്പല? തുപ്പലല്ല സാർ, ഉൽപ്പൽ. ഉൽപ്പലാഷൻ. നിന്നോട് ചോദിച്ചാ? ഇല്ലേ? പുനവും പേരും പറടാ. ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേ. പേര് ചോദിച്ചപ്പോ തെറി പറയുന്നു. തെറിയല്ല സാർ, എന്റെ പേരാണ്. അച്ഛനിട്ടതാ. അച്ഛന്റെ പേരെന്താണാവോ? മാധവൻ. ഓഹോ, രണ്ടുപേരെയും എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല സാർ. സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അതെവിടെയാണ് സാർ? ആ, അപ്പൊ നിങ്ങളായിരിക്കില്ല. ഇവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? എന്താ സാർ പ്രശ്നം? പിടിച്ചുപറി കേസിൽ പിടികിട്ട പുള്ളിയ. പല അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെയും പ്രധാന കണ്ണി. ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടുത്തെ ഓരോ വീടും അരിച്ചു പറക്കാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ മുഖം കണ്ടാൽ അറിയാലോ തനിക്ക് ഇവിടെ അറിയാവുന്ന. എനിക്കറിയില്ല. ആ, തന്റെ മുഖം ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടാ? കള്ള ഓരെവിടെ വെച്ച കണ്ടത്? മാമനോട് പറ. ട്രാൻസ്ഫർ ഉറപ്പായി. എപ്പ കണ്ട്? ഇപ്പോ ഈ ഫോട്ടോയില്. അപ്പൊ ഇതിനു മുമ്പ് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഫോട്ടോ കാണിച്ചപ്പോ കണ്ടു എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ നീ ആളെ കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടുണ്ട് സാർ. ആ, എപ്പോ എപ്പോ പറ. ഇപ്പോ ഈ ഫോട്ടോയില്. ഇയാളെ കഴിവേറെ പറഞ്ഞ നീ ആളെ കളിയാക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന പീസിനെ അറിയുമോ? സോറി, ഇത് സൂക്ഷിച്ചു നോക്കിയേ, ഭയപ്പെടണ്ട. ഇല്ല. എന്തൊരു സാമ്യമാണ് മോള് ഈ ഫോട്ടോ തമ്മിൽ. ഒരു വാണ്ടഡ് ക്രിമിനലിയുടെ ഫോട്ടോ ആണിത്. എന്താ മോളുടെ പേര്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ശാലിനി. ശാലിനിയാ? പേരും അത് തന്നെ. എന്തൊരു സാമ്യം ഇത്. ഏതായാലും മോളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അല്ല, ഈ ഹെയർ സ്റ്റൈലെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? പോലീസുകാർ അന്വേഷിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇവിടത്തെ കുട്ടിയായിരിക്കും അല്ലേ? കണ്ടാ തോന്നുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ സർ. പിന്നെ ഇത് മോളല്ല. ഈ ഫോട്ടോ കണ്ട കുട്ടിയെ കണ്ടോ ഒന്ന് പറഞ്ഞേക്കണേ. താങ്ക് യു സർ. അജീപ്പ്, പോയി അത് കാണുന്നില്ല. ഏതാ ഈ അവതാരം? ഇത് അമേരിക്കന്ന് വന്ന ഒബാമേ? ജയരാമ. ആ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അനിയന്മാരെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ ഫോട്ടോയിൽ കണ്ട സാധനത്തെ എപ്പോ കണ്ടാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. പ്രധാനമന്ത്രി വന്നപ്പോ നിക്കറിട്ട് സ്വീകരിച്ചതിന് പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചതാ. ഭാര്യയാണെങ്കിൽ ഒരു ദയവില്ലാതെ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു. രാത്രിയെങ്കിലും അവളെ ഒരു കൈ സഹായിക്കണമെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പാലക്കാട് വരെ പോണം. ഒരുപക്ഷെ ഇതിനെ കെട്ടിയാ എനിക്ക് തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും. ഒന്ന് സഹായിക്കണം. അതെ. ഓ ഈശ്വര, അവള് കള്ളിയാണെന്ന് സാറിനെ അറിയിക്കാമെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഒരു പരാക്രമം? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുലിവാല് പിടിക്കണമായിരുന്നു.
ഒരു ഐഡിയ. നമുക്ക് ഇപ്പൊ ചെന്ന് ഗണപതി സാറിനോട് പറഞ്ഞാലോ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പാവ അമേരിക്കക്കാരനെങ്കിലും കള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതിന് അയാൾ ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആട്ടെ, ആരുടെ ഏർപ്പാട്? ആഹാ, മിടുക്കൻ. അപ്പൊ ഒറിജിനല് ഡ്യൂപ്ലിയുടെ കസ്റ്റഡിയില്. എടാ, അപ്പൊ ഈ വീട്ടിൽ ഒറിജിനൽ ആയിട്ട് ആരും ഇല്ലേടേ? ഗണപതി സാർ ഉണ്ടല്ലോ. നന്നായി. അതിരിക്കട്ടെ, ആരായി ഡ്യൂപ്ലിക്കേറ്റ്? വാളയാർ മണിയപ്പൻ. അത് ശരി, വാളയാർ മണിയപ്പനാ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. അവന്റെ അടി കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. നീ എവിടെ പോന്ന്? എനിക്ക് വീട്ടിൽ പോണം. അച്ഛനും അമ്മയെ കാണാൻ കൊതിയാവണം. ഒന്നുകളെയും സകല തരികിടയും തുടങ്ങി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെടാവുന്നോ? ദാ, ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ പാതി ഉത്തരവാദിത്തം നിനക്കാ. പാവം ഗണപതി സാറിനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. ദാ, നമ്മളെ വിശ്വസിച്ച അദ്ദേഹം നമ്മൾ കാരണം പെരുവഴിയിലാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനേ എന്റെ വിധി.